ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്രിസ്മസോ? അതെ, ന്യൂസിലാൻഡിൽ ഒരു മാസത്തോളം ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. എല്ലാ ആൾക്കാർക്കും 2 ആഴ്ചയെങ്കിലും മിനിമം ഇവിടെ ലീവ് കിട്ടാറുണ്ട്. സമ്മർ സമയമായതുകൊണ്ട് എല്ലാവരും ട്രെക്കിങ്ങിനും ക്യാമ്പിങ്ങിനൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ് ഡിസംബർ മാസം. അപ്പം ഞങ്ങളും വിചാരിച്ചു ഞങ്ങളൊരു ചെറിയൊരു ക്രിസ്മസിന്റെ ഒരു ബാർബിക്കൊക്കെ ചെയ്ത് ഒന്ന് എൻജോയ് ചെയ്ത് എല്ലാ ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടി ഞങ്ങളൊന്ന് ഒരു പാർട്ടി പോലെ നടത്താമെന്ന്. ഞങ്ങൾ ജോമിച്ചേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പാർട്ടിയൊക്കെ നടത്താൻ ഉദ്ദേശിച്ചത്. വൈകുന്നേരം ഞങ്ങളൊന്ന് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള യാത്രയുടെ ഡീറ്റെയിൽസും വിവരങ്ങളും അങ്ങനെ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഒരുപാട് ഉണ്ട് വീഡിയോസിൽ. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണാൻ മറക്കരുത്. വേണ്ട, ഞാൻ വിളിച്ചോളാം. ഹലോ, ഇവിടെ ഉണ്ടായിരുന്നോ? കണ്ടില്ല. നമസ്കാരം. നമസ്കാരം. ഭയങ്കര തിരക്കാണെന്ന് തോന്നല്ലോ. കണ്ടായിരുന്നല്ലേ? ചോദിച്ചാ വീട് കൊള്ളാലോ, നല്ല സ്ഥലം. ഇത് നിങ്ങളുടെയാണോ? ബീട്രൂട്ട് ഉണ്ട്, ഓ, സാധനം ഉണ്ടല്ലോ. അല്ല ജോയിച്ചേട്ടാ, എന്തോ ചെറിയത് നട്ടതാ? ആണോ? പൊളിച്ച്. ബീട്രൂട്ട്, തക്കാളി, മത്തങ്ങ, ബീൻസ്, അവിടെ വെള്ളരിക്ക, പിന്നെ ജോയിച്ചേട്ടൻ ഇവിടെ വന്നിട്ട് കുറച്ച് ആളല്ലേ ഉള്ളൂ, ഇത്ര നാൾ കൂടി. ഇത് കായുണ്ടല്ലോ. ഇത് ഫിഗ് അല്ലേ? ഇത് ഇങ്ങനെ ഇരിക്കുന്ന ആപ്പിള്. അടിപൊളി. അത് പഴുത്താണല്ലോ. ഇത് പൊളിച്ച് ആണോ? ആ ശരിയാ, ഞാനിവിടെ പാക്കറ്റ്സിലൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല വ്യത്യാസം വിലയുണ്ട്. ഇതൊക്കെ ഇവിടെ ജോമിച്ചേട്ടാ, ഈ സാധനം എന്നതാ? ഇത് വെള്ളരിക്ക. അത് പൊളിച്ച്. അല്ല, ഇടയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ സ്പെഷ്യൽ സാധനം കഴിക്കാലോ, അതായത് ഓർഗാനിക് കഴിക്കാലോ. ജോമിച്ചേട്ടൻ്റെ അത് ആപ്പിള്. അതെ, നല്ല. ഇത് ഓറഞ്ച്. ഇത് മാൻഡ്രൈൻ ആണോ ഓറഞ്ചാണോ? ഓറഞ്ചാന്ന് തോന്നുന്നു അല്ലേ? ഇത് എന്നാ സാധനം? ഇതെന്ത് സാധനം? ടിറ്റോ, ഇതെന്നാ സാധനം? നമ്മുടെ പോമഗ്രാനൈറ്റ്. അത് ഇത് വലുതായി വരണമായിരിക്കും അല്ലേ? ആ മനസ്സിലായി, യാത്രയുള്ള വലിയ ഉള്ളിൽ ഇങ്ങനെ കുരുകുരുള്ള മറ്റേ സാധനം. ഇതെന്താ സാധനം പിടുത്തങ്ങില്ല. ഇതെന്നാ സാധനം? അതറിയത്തില്ലെന്ന്. ഇവിടെ ഇതെനിക്ക് ഇത് ലൈം നാരങ്ങയാണോ അതോ ഓറഞ്ചാ? ഓറഞ്ചല്ല, ലൈം തന്നെയാന്ന് തോന്നുന്നത്. ലൈമാണിത്. ഞാൻ ആദ്യമായിട്ടാ ഈ പൈനാപ്പിൾ ഇത് ചെയ്യുന്നത് കാണുന്നേ. നമ്മള് തുടക്കമല്ലേ, നമ്മള് ഇത് ചിക്കനും മീൻ ഇതേ അടുപ്പേല്, സോസേജ് ഇരിപ്പുണ്ട്,
ചിക്കൻ പിന്നെയും വെച്ചേക്കുന്നു. അപ്പൊ പോർക്ക് ഇപ്പം വരും. ചിറ്റു ആണ് ഭയങ്കര കുക്ക്. ചിക്കനും നീതു ഇതേ സൈഡിൽ കൂടെ വന്ന് ഒളിഞ്ഞു നോക്കിട്ട് വന്നു. ഏനാ ഇത് ചിക്കൻ, അത് അടച്ചു എന്നെ പറയാൻ അനുവദിക്കില്ല. അതെന്നെ കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നീതു മറ്റേത് വീഡിയോ ഫോൺ അടിക്കണ്ടല്ലോ. പൂ വിരിയണത് എങ്ങനെ പഴയ സിനിമകളിലെ പൂ വിരിയുന്നു, പുഴയിലുള്ളിന്ന് വരുന്നു. കല്യാണാൽബത്തില് പഴയ കല്യാണാൽബം ഒക്കെ പഴയ കല്യാണാൽബം അങ്ങനെയായിരുന്നു. എന്നിട്ട് നമ്മുടെ മറ്റേ ജയറാമിന്റെ കുറെ പഴയ സിനിമയിലെ പാട്ടും അതെ പാട്ട് മാറ്റുവാണെങ്കിൽ പോരായിരുന്നു. അത് അതേ വെക്കാനാണോ? അത് കരിയൂലേ? വെക്കേണ്ടത് പക്ഷേ ഇത് ഒരുമാതിരി ആയതല്ലേ ഈ സാധനം? ഈ സാധനം കൊഞ്ചെങ്ങനെ റബ്ബർ പോലെ ആയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് തന്നെ ഭയങ്കരമായിട്ടായിരുന്നു. ആ അത്രയും ആകാനും പാടില്ല. ആയെന്ന് തോന്നുന്നു. അത് കഴിച്ചു നോക്കിയേ. ആയല്ലേ? അപ്പൊ മാറ്റി കഴിട്ടോ അത്. എന്നിട്ട് അത് ഇങ്ങോട്ട് വെക്ക്. ചിക്കൻ കരിയുന്നതിന് മുമ്പേ ഇതിങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് അടുക്കി അടുക്കി വെക്കുവാണെങ്കിൽ ആ ഓക്കെ ഓക്കെ. ഇതൊന്നും കിട്ടത്തില്ല ഈ ഒരു ചാൻസ്. ഇത് ജോലി സാധനം മേടിച്ചുള്ളതാണ്. അതൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് നേരെ പോരുക സെറ്റാക്കുക. പിന്നെ ഇവിടെ ഒരുമാതിരി പാർക്കുകളിലൊക്കെ ഇങ്ങനെ സെറ്റപ്പ് വെച്ചു. അത് ഫ്രീ പബ്ലിക് യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ട്. നമ്മുടെ ഐലൻഡ് ബേയിലുണ്ട്. അത് വർക്കിംഗ് ആണ്. ഞാൻ ഒരു പ്രാവശ്യം നോക്കിയായിരുന്നു. ഞങ്ങൾ ഒരു പ്രാവശ്യം പോയപ്പോ നമ്മളെങ്ങോട്ടാ പോയത് അന്ന്? കൈ 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 ചേട്ടാ എന്നെ എപ്പോഴും കണ്ടൂടെ? ഇപ്പോഴും എന്നെ നോക്കണം. അതല്ല നീ അതെ പിടിക്കാം. ഞങ്ങള് ഇതേപോലെ ട്രിപ്പ് പോയത്. എന്നിട്ട് ഞങ്ങള് ഗ്രില്ല് ചെയ്തു. വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രില്ല് ചെയ്തു. പക്ഷെ ഗ്രില്ല് ചെയ്തിട്ട് ബാക്കി ഉണ്ടായിരുന്നു. അത് കൈ പിടിച്ചു. പിറ്റേ ദിവസം ഇതേപോലെ പാർക്കിൽ നിന്ന് അവിടെ ഇട്ട് ചൂടാക്കി എടുത്ത് കഴിഞ്ഞു. അത് കുറച്ച് കഴിഞ്ഞാൽ 20 മിനിറ്റ് വരെ വർക്ക് ചെയ്താൽ ഓഫ് ആവും. അങ്ങനെയാണോ? ആണോ? അത് ഒരു നമ്മുടെ ഐലൻഡ് ബേയിലുണ്ട്. രണ്ട് ഓപ്പൺ ആയിട്ടല്ലോ. ഓപ്പൺ ആയില്ല പാർക്കിലൊക്കെ. അത് അവിടെ ആൾക്കാർ ഇടയ്ക്ക് വരും. എനിക്കൊന്ന് ഫ്രീ അല്ലേ ഇത്? തിരിച്ച ഫ്രീ അല്ലേ? അപ്പൊ ഇത് കറണ്ട് ആണോ അതോ മറ്റേ ആണോ? അത് ഫ്രീ ആണ്. അത് പ്രസന്റ് ഹോൾഡ് 6 സെക്കൻഡ് വരെ പിടിച്ച് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഓണാവും. ഓണായി കഴിഞ്ഞ് 20 മിനിറ്റ് വരെ കഴിഞ്ഞ് ഓഫ് ആവും. ഇനി അങ്ങനെ വീണ്ടും 20 മിനിറ്റ്. അതൊരു സേഫ്. അപ്പൊ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാവോ? ആണോ? അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻ ആണോ? ആ ഐലൻഡ് ബേയിൽ ആ പാർക്കില്ലേ, ആ പാർക്കില് എന്നുണ്ടാവും ഇങ്ങനത്തെ വെതറൊക്കെയാണെങ്കിൽ. ആണോ? അപ്പൂപ്പനോ? ഏതാ അപ്പൂപ്പൻ? ഞങ്ങളുടെ കാര്യങ്ങളില് അവനായിരുന്നു അപ്പൂപ്പൻ. മതി മതി. മറ്റേ പാട്ടാണ് എന്തായാലും കൊണ്ടും നമ്മളെന്നും ഗ്രില്ല് ചെയ്യും. ടേസ്റ്റ് മാറി നോക്കട്ടെ.
പുതിയ മണ്ണാണല്ലോ ഞങ്ങൾ നന്നായിട്ട് കുത്തി ഇളക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ മണ്ണിനെ പുറത്ത് പുറത്തി കഴിയും. എവിടെ കേറി മേടിക്ക്. നിങ്ങളാണ് ന്യൂസിലൻഡിൽ അടുത്ത TV വാഗ്ദാനങ്ങൾ. ഞങ്ങൾ നോക്കേണ്ടത് നിങ്ങളാ. ഇങ്ങനെ നോക്കും. അയ്യോ പോയി കാർത്തിക് പോയി. അപ്പൊ ഇനി ബാക്കി പഠിയും ക്ഷമ വേണം. ഇവിടെ എല്ലാം സ്വന്തം ചെയ്യണമെന്നാണല്ലോ. ഇവര് വന്ന് വീട്ടിൽ വന്ന് ചെയ്തേലും വേണമെങ്കിൽ. പക്ഷെ ഞാൻ ഇവിടെ ഇപ്പൊ മോസ്റ്റ്ലി ഇവിടെ സെറ്റിൽ ആയതുകൊണ്ട് അവരുടെ അടുത്ത് ഒരു ടൂൾ കിറ്റ് ഉണ്ടാവും. അല്ല മിനിമം ഒരു കാർപ്പൻട്രി പരിപാടികളൊക്കെ ഇവർ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഈ ലൈറ്റ് കത്തുന്നില്ല, ഓക്കെ നമ്മൾ പുറത്ത് കൊടുക്കാം, ഇലക്ട്രീഷ്യനെ ബുക്ക് ചെയ്ത് വന്ന് അവര് പറയണ ഒരു ബില്ല് കൊടുക്കണം. അപ്പൊ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ടൂൾസ് നമ്മുടെ നമുക്ക് മാറ്റിവിടാം. ഇപ്പൊ ഈ എനിക്ക് തോന്നുന്നു കാറ് വരെ നന്നാക്കുന്നതിന്റെ യൂട്യൂബ് വീഡിയോസ് സ്വന്തം ചെയ്യുന്നത്. അല്ല പൈസ കടയെ സബോള ഇതൊക്കെ കരിഞ്ഞു. ഇത് എവിടെ നിന്ന് എടുത്തേ? അല്ല ഇത് മുന്നേ കരിഞ്ഞിട്ടുള്ള അല്ല അതെ ഇതൊക്കെ ഇപ്പൊ വീണ്ടും വെക്കുന്നവർ ഇതൊക്കെ കരിയണതേ നോക്ക്. മുകളിലോട്ട് ചൂടാവില്ല, കരിയില്ലത്. കാരണം ഉണ്ടല്ലോ തീ വരുന്നില്ല. എന്നാ മാറ്റിയെടുക്കും പാത്രം എടുക്കും. എന്നാ പാത്രം എടുക്കും. എന്നെ വിശ്വാസമില്ല, മനസ്സിലായി. അങ്കിൾ ഇത് ഇന്നങ്ങനെ മുറിച്ച് കഴിയുമോ? ജോബി ചേട്ടാ കിറ്റോ പാ. ആ അയ്യോ എടുത്തോ. ആ അത് കടയിൽ നിന്ന് മേടിച്ചത്. എന്ത് അത് തന്നെ അപ്പന്റെ മുമ്പിൽ സ്റ്റാർ ആയത്. ആ എടുത്തോ. അവിടെ ഫാൻ അല്ല ഇതാണോ മറ്റേ സാധനം കഴിക്കല്ലോ അല്ലേ? വണ്ടി കുട്ടികളുടെ ജ്യൂസ് എടുത്തേ. 0% വേണ്ട. അല്ല അതെനിക്കറിയാം. എന്നാലും എല്ലാം പോയി കാണും. പിന്നെ മറന്നു വൈൻ എടുത്ത ചീസ് ഒന്നുമില്ല, കഴിച്ചു. ഞങ്ങള് കഴിച്ചു. ചിയേഴ്സ് എല്ലാരും. പിള്ളേരുടെ ജ്യൂസ് ഇതാ വരുന്നു. ഈ സാധനം നോക്കി വെച്ചോ. ആണോ? ഞങ്ങൾ കൊറേ പരീക്ഷണത്തിന് ശേഷം കിട്ടി. ഇതല്ലേ ഈ സാധനം സ്ഥിരം വീട്ടിലും ഇവരെല്ലാരും മേടിച്ചോണ്ടൊരു സാധനമുള്ളൂ. അതാണ് ഇത് ഉണ്ടാക്കിയതാണോ ജോൺ ചേട്ടാ? ഇത് ഹോംമെയ്ഡ്. ഹോംമെയ്ഡാ? കൊള്ളാം. ശരിക്കും നല്ല കേട്ടോ. ആണോ? ഓറഞ്ച് ജ്യൂസ് ഇതാണ് കയ്യിലുള്ളത്. ഇതിലേക്ക് വേണ്ട. അയ്യോ പെട്ടെന്ന് തലക്ക് പിടിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അതിപ്പോ കാണാൻ കുറച്ച് ഏതാ കുടിച്ചത്? നല്ല വൈനാണല്ലോ. അയ്യോ, എന്റെ വൈൻ ഗ്ലാസ് ആരും എടുത്തു.
എന്നാ മീൻ ഇത്? ആപ്പിള് ആ ആ ഇത് മധുരമുള്ള ഈ സി എന്നാന്ന് പറഞ്ഞത് എന്റെ നീതു അവൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് ഏത് ഇത് കൊണ്ടുവന്നത് അല്ല, ഇത് കുഴപ്പമില്ല കേട്ടോ. ഈ വൈൻ കഴിക്കണമെന്നല്ലേ? കഴിക്കാറില്ലേ? കഴിച്ചോ? ആ ഇത് നന്നായിട്ടുണ്ട്. ഏത് ഇത് അത് സൂപ്പർ. അത് നന്നായി. ഇത് നന്നായി. മറ്റേ പുറത്ത് മേടിച്ചേക്കാൾ എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടെ. നമ്മുടെ ആൾക്ക് കൊടുത്തില്ല അതെ. സ്വീറ്റ് എങ്ങനെ ആക്കിയേ? അയ്യോ ഇത് ഹോം മെയ്ഡ് ആപ്പിൾ. ഇത് കിട്ടിയാ? കഴിച്ചോ? ആ വേറെ ഉണ്ട് ഒരു ഉണ്ട്. അത് അതെ അതിന്ന് ഒരെണ്ണം ഒഴിച്ചു ഇവിടേക്ക് ഒരാൾ. ആപ്പിൾ വൈന് ഇതില് കുഴപ്പമില്ല. ഇനി നോക്കിയാൽ മതി. ആപ്പിൾ വൈൻ മേടിച്ചാണോ? ആ കുപ്പി ആ കുപ്പീന്റെ ഒഴിച്ചു ഒരു ഓ, അങ്ങനെ കുപ്പി അവള് കുടിച്ചെടുത്ത കുപ്പി ഞങ്ങൾ ഒഴിച്ചു. ആ. പക്ഷെ എനിക്ക് ഈ റെഡിനെക്കാളും ഉണ്ടാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കിറ്റോ ഇത് ചിക്കനാണോ? കരിഞ്ഞു പോയി. വേറെന്തൊക്കെയോ ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത്. അതെ ആടുന്നുണ്ടല്ലോ അതിനാ. പിന്നെ നമ്മളെ കുടിപ്പിക്കാന്നുള്ളൂ. ആ നിങ്ങളൊക്കെ അനുഭവിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശരിയാന്ന് തോന്നുന്നു. അല്ല അതുകൊണ്ടല്ല അവൾക്ക് അവളുടെ വൈൻ ഇഷ്ടമല്ല അവൾക്ക്. അല്ല ജോമിച്ചേട്ടാ, ജോമിച്ചേട്ടാ ഇത് ഫസ്റ്റ് ടൈം ആണോ ഇപ്പൊ പുള്ളിക്കാരി കുടിക്കുന്നേ? അല്ല മറ്റേ വൈന് അല്ല ഞാൻ പറഞ്ഞത് ശീലമാക്കുമെന്ന് പറഞ്ഞാ. ശീലമാണ്. ജോമി പറയാം മുമ്പത്തെ പോലെ മേടിക്കുന്ന സാധനം തലക്ക് പിടിക്കില്ല. എങ്ങനെയാ ഇവിടെ ഒഴിച്ച് വെള്ളം ഒഴിച്ച് ഇവൾക്ക് ഇവിടെ വീട്ടിൽ വൈൻ ഉണ്ടാക്കണം. പക്ഷെ അതിന് അവൾക്ക് വേണ്ടി വൈൻ കുപ്പി മേടിച്ചു കൊടുക്കണം. കാര്യല്ല അതിനുവേണ്ടി ഞാൻ കുപ്പി മേടിക്കണം. ഇനിയും ബെക്കാടിനെ പോലത്തെ അങ്ങനത്തെ കുപ്പികളൊക്കെ വേണമാവോ? ഓക്കെയാണോ? എനിക്ക് ഇതാണ് വേണ്ട, വലിയ താല്പര്യമുള്ള സാധനം. വൈഫ് ഉണ്ടാക്കിയാണ്ട് ഞാൻ കഴിക്കില്ല. നീ പൊളിച്ചു നോക്കിയേ. വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ജോമിച്ചേട്ടാ എങ്ങനെയുണ്ട് ഇത്? കുഴപ്പമില്ല. മസാല ഒന്നും ഉള്ളിലേക്ക് പോയിണ്ടല്ലേ? എങ്ങനെയുണ്ട് ജോമിച്ചേട്ടാ? പക്ഷെ ഇത് കറക്റ്റാ. നല്ല പക്ഷെ ഇതിന്റെ അപ്പുറ സൈഡ് ഒരു സൈഡ് മൊത്തം കരിഞ്ഞു വീടുണ്ട്. ആണോ? മീൻ നമ്മൾ ആദ്യത്തില് ചെയ്യണേ വലിയൊരു ഐഡിയ ഇല്ല. ഉള്ളി കുറച്ചുകൊണ്ട് മസാലയാവാം. എരിവ് വന്നിട്ടുണ്ട്. എരിവുണ്ട്. ഇന്നലെ വൈകുന്നേരം എടുത്ത് വെച്ചാ 24 മണിക്കൂറോളം ഫ്രോസൺ ആണോ? ഫ്രോസൺ മേടിച്ചാ ആണോ? മീൻ മേടിച്ചത് മാരിനേറ്റ് ചെയ്താ ആണോ? അവിടെയാണ് ശരിക്കും പിടിച്ചേക്കുന്നത്. ശരിക്കും പിടിച്ചു. അല്ല ഈ വീഡിയോ നാളെ നീ ഇത് കാണുമ്പോഴുള്ള അവസ്ഥയല്ലേ? നീതു എവിടെയോ ഒരു ചെറുതായിട്ട്
ഒരു 6 വർഷം മുമ്പ് 6 വർഷം മുമ്പാ? അവള് കേട്ടില്ല. ഇറങ്ങുന്നുണ്ടോന്നല്ലോ എത്രയാ? 4. ദൈവമേ. അതെ ഇതെത്രയാ? ചിരിപ്പിച്ച പോയി. തണുക്കുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്കിയേ. തണുക്കുന്നുണ്ട് ചെറുതായിട്ട്. തണുക്കുന്നുണ്ടോ? വേണ്ട, വണ്ടി ഓടിച്ച് പോണ്ട. അത് വൈകുന്നേരം ആകുമ്പോൾ തീരും ഇതൊക്കെ. 9 മണിയായി. ഇനി 10 മണിയാകുമ്പോൾ നമ്മൾ പോവൂലേ? 10 മണിയാകുമ്പോൾ പോവോ? 10 മണിയാകുമ്പോൾ പോവോ? പോവൂലേ? പോകുമായിരിക്കുമല്ലേ? ഞാൻ വണ്ടി എടുത്തു. ലൈറ്റ് ഒക്കെ ഇടണം. ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അല്ല, ഞാന് ഇതേ അവിടെ 2 പേര്, അവിടെ 2 പേര്, ഇവരെല്ലാം കൊണ്ടുപോണ്ടാ. Happy Christmas! Happy Christmas! Happy! 11 മണിയോടുകൂടി ഞങ്ങൾ ജോമിച്ചേട്ടൻ്റെ വീട്ടിലെ പ്രോഗ്രാമൊക്കെ നിർത്തി. അന്നേരപ്പത്തിനുമാണ് ഇരുട്ടൊക്കെ ആയത് ഇവിടെ. ഞങ്ങൾ ഇവിടെ ന്യൂസിലാൻഡിൽ അങ്ങനെ നമുക്ക് പബ്ലിക്കായിട്ട് അങ്ങനെ രാത്രിയിൽ അങ്ങനെ പടക്കമൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. നോർമൽ വൈകുന്നേരമൊക്കെ നമുക്ക് പൊട്ടിക്കാം. രാത്രി ഇതിപ്പോൾ ഒരുപാട് ഞങ്ങൾ 11 മണിയല്ലേ, രാത്രി ആയിരുന്നുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പടക്കമൊക്കെ പൊട്ടിച്ച് ഒരു ഗ്രൗണ്ടിൽ ചെന്നാണ് പൊട്ടിച്ചത്. എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ന്യൂസിലൻഡിലെ ഈ വർഷത്തെ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ഞങ്ങൾ അങ്ങനെ അവസാനിപ്പിച്ചു. എല്ലാം വാ, എല്ലാം വാ. കാറ്റിക്കോട്ടെ.